സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ, ഈ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കട്ടെ. ഇതിനേക്കാൾ മനോഹരമായ നിലയിൽ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെയും നാമുമായി ബന്ധമുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ധാരാളം തെറ്റുകുറ്റങ്ങൾ നമ്മുടെ രഹസ്യ പരസ്യങ്ങളിലായി സംഭവിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം കരുണയുള്ളവനും സൃഷ്ടികൾക്ക് വളരെയധികം പുറത്തു കൊടുക്കുന്നവനുമാണ്. ആ സിഫത്തുകളെ മുൻനിർത്തി അല്ലാഹു തആല നമുക്കെല്ലാവർക്കും പുറത്തു നൽകട്ടെ. നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസിനെ അവൻ സമ്മാനിക്കട്ടെ. ഇനിയുള്ള ജീവിതം അവന്റെ പൊരുത്തത്തിലായി ജീവിച്ച് സൽസ്വഭാവികളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന, നമ്മുടെ വേണ്ടപ്പെട്ടവരായിരുന്ന, നമ്മുടെ ചേർത്ത് നിർത്തിയിരുന്ന പലരും ഇന്ന് റബ്ബിന്റെ അടുക്കലേക്ക് മടങ്ങിയവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, നമുക്ക് ആദ്യാക്ഷരങ്ങൾ പറഞ്ഞു തന്ന നമ്മുടെ ഉസ്താദുമാർ, നമ്മെ സ്നേഹിച്ചവർ, നാം സ്നേഹിച്ചവർ, അല്ലാഹു തആല മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികൾക്കെല്ലാവർക്കും മഗ്ഫിറത്ത് നൽകട്ടെ. അവരുടെ ഖബർ ജീവിതങ്ങൾ അല്ലാഹു തആല സ്വർഗ ജീവിതമാക്കി പരിവർത്തിപ്പിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരങ്ങളെ, നാം നിലകൊള്ളുന്നത് പരിശുദ്ധമായ റബീഉ മാസത്തിലാണ്. റബീഉ മാസം എന്ന് പറഞ്ഞാൽ 12 മാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ കാലാവസ്ഥയും ഏറ്റവും സുന്ദരമായ പ്രകൃതിപരമായ ചുറ്റുപാടുകളും നിറഞ്ഞതായ മാസമാണ് റബീഉ മാസം. നമുക്കറിയാം, വസന്തകാലം, ശിശിരകാലം, ഹേമന്തകാലം എന്നിങ്ങനെയൊക്കെ കാലങ്ങളെ നാം 3 4 ഒക്കെ തിരിക്കാറുണ്ട്. അതിൽ വസന്തകാലമാണ് മനസ്സുകൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്നതായ സമയം. പൂക്കളെല്ലാം വിരിയുന്നതായ, പ്രകൃതി അതിൻ്റെതായ പച്ചപ്പുകളിലേക്ക് മടങ്ങുന്നതായ, പ്രകൃതി സുന്ദരവും കാണുന്നവരുടെ കണ്ണിനും മനസ്സിനുമെല്ലാം കുളിർമ നൽകുന്നതുമായ ഒരു പ്രകൃതിയായിരിക്കും വസന്തകാലത്തെ നമ്മുടെ ചുറ്റുപാടിന് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയുള്ളതായ വസന്തം, റബീഉ എന്ന ഈ മാസത്തിലാണ് നാം ഓരോരുത്തരും നിലകൊള്ളുന്നത്. ഈ മാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിന് വേണ്ടി പ്രത്യേകമായി തിരഞ്ഞെടുക്കുവാനുള്ളതായ ഒരു കാരണം കൂടിയാണ്. പ്രകൃതി അതിൻ്റെ മനോഹാരിതയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നതായ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ദുനിയാവിലേക്ക് നിയോഗിക്കുവാൻ വേണ്ടി അല്ലാഹു തആല തിരഞ്ഞെടുത്തത്. റസൂലുമായി ചേർന്ന് നിൽക്കുന്നതായ എല്ലാ കാര്യങ്ങളും വളരെയധികം മനോഹരമാണ്. റസൂലുമായി ചേർന്ന് നിൽക്കുന്ന എല്ലാ വ്യക്തികളാകട്ടെ, സ്ഥലങ്ങളാകട്ടെ, സമയങ്ങളാകട്ടെ, ആ കുടുംബമാകട്ടെ, ദേശമാകട്ടെ, ആ കാലമാകട്ടെ, തങ്ങളുമായി ചേർന്ന് നിന്നതും ചേർന്ന് നിൽക്കുന്നവരുമെല്ലാം വളരെയധികം മനോഹരവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ പോലും വളരെയധികം സ്ഥാനമുള്ളവരുമാണ് എന്ന് പ്രമാണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സഹോദരങ്ങളെ, 1500 വർഷങ്ങൾക്ക് മുമ്പ് മക്കയിലുള്ളതായ ആമിന ബീവിയുടെ ആ ചെറിയതായ ഭവനത്തിൽ വെച്ച് ഒരു അത്ഭുത പിറവി സംഭവിക്കുകയാണ്. അവിടത്തിൽ ഒരു കുഞ്ഞിന്റെ ജനനം മാത്രമല്ല സംഭവിച്ചിരുന്നത്, മറിച്ച് വലിയ ഒരു സംസ്കാരത്തിന്റെ ജനനമാണ് ആ കുഞ്ഞിലൂടെ ഈ ദുനിയാവിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. മാത്രമോ, ഒരു പ്രവാചക പരമ്പരയുടെ അവസാനത്തിന്റെ ജനനം കൂടിയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം പ്രവാചകന്മാരെ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക് തന്നെ തുടങ്ങുന്നതായ പ്രവാചകന്മാരെ അയച്ചതിന്റെ ആ പ്രവാചക പരമ്പരയുടെ അവസാനത്തിന്റെ ജനനമാണ് അവിടത്തിൽ അന്ന് സംഭവിച്ചത്. മാത്രമല്ല, വലിയ ഒരു നാഗരികത, ഇസ്ലാം എന്ന് പറയുന്ന വലിയതായ ലോകത്തിന്റെ അങ്ങോളം ഇങ്ങോളം എന്ന് പ്രശോഭിച്ചു നിൽക്കുന്നതായ ഒരു സംസ്കാരത്തിന്റെ ജനനം കൂടിയായിരുന്നു അന്ന് ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നടന്നിരുന്നത് എന്ന് നമുക്ക് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞ് മനസ്സിലാക്കി നൽകുകയാണ്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബപരമായി നാം ഒന്ന് നോക്കുകയാണ് എങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ കബീലകളിലൂടെ
ഏറ്റവും ശ്രേഷ്ഠവാന്മാരായ പിതാക്കന്മാരിലൂടെയായിരുന്നു മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനമെന്ന് നമുക്ക് മനസ്സിലാകും. മഹാപ്രവാചകൻ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രൂപത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൃഷ്ടിപ്പിനെയും തങ്ങൾ അവസാന പ്രവാചകനാണ് എന്നുള്ളതായ സീലിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരുന്നു എന്ന് ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. ഇന്നി ഇൻദല്ലാഹി മക്തൂബുൻ ഖാതമുൻ നബിയ്യീൻ, അല്ലാഹുവിന്റെ അടുക്കൽ ഞാൻ അവസാന പ്രവാചകരാണ്, ഈ പ്രവാചകത്വത്തിന്റെ അവസാനത്തെ ആളാണ് എന്നതായ സീലിനെ അല്ലാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തിയിരുന്നു. ഏത് സന്ദർഭത്തിൽ? വ ഇന്ന ആദമ ലമുൻജദിലുൻ ഫീ തീനി, ആ സന്ദർഭത്തിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രൂപത്തെ സൃഷ്ടിക്കുന്നതിനുള്ളതായ മണ്ണിനെ കുഴച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ, അതായത് ഈ മനുഷ്യ കുലത്തിന്റെ ആരംഭത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കുവാൻ വേണ്ടി ആരംഭിക്കുന്നതിന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹുവിന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപത്തെയും തങ്ങൾ അവസാന പ്രവാചകനാണ് എന്നുള്ളതായ ആ തീരുമാനത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സീല് വെച്ചിരുന്നു എന്ന് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. പറഞ്ഞു വന്നത്, അങ്ങനെ ആ പ്രവാചകന്റെ ജനനം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ തുടങ്ങി, മഹാപ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ, മകനായ ഇസ്മാഈൽ, ഇസ്ഹാഖ് എന്നീ പ്രവാചകന്മാരുടെ പരമ്പരയിലൂടെ, തുടർന്ന് അബ്ദുള്ളയിലൂടെ ഇതാ മക്കയിലേക്ക് ജനിക്കുകയാണ്. മക്കയിലേക്ക് ജനിക്കുന്ന പ്രവാചകർ തങ്ങളുടെ കുടുംബ പശ്ചാത്തലവും ആ നാട്ടിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠവാന്മാരായ, ആ സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടുമെല്ലാം ആ നാട്ടിലെ തന്നെ മികച്ചു നിന്നിരുന്നതായ ഒരു കുടുംബമായിരുന്നു ഖുറൈശി കുടുംബം എന്നുള്ളത്. ആ ഖുറൈശി കുടുംബത്തിലെ തന്നെ ബനൂ ഹാഷിം എന്ന് പറയുന്നതായ കുടുംബത്തിലായിരുന്നു, ഗോത്രത്തിലായിരുന്നു ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം എന്നുള്ളത്. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും നമ്മളെപ്പോലെ സാധാ ഒരു മനുഷ്യനായിരുന്നില്ല. ഇന്നഹു ബശറുൻ ലാ കൽ ബശരി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യനാണ്, മലക്കൊന്നുമല്ല, ജിന്നുമല്ല, മനുഷ്യൻ തന്നെയാണ്. പക്ഷേ നമ്മെ ആരെയും പോലെ സാധാരണ ഒരു മനുഷ്യനായിരുന്നില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെയധികം പ്രത്യേകതകളും പവിത്രതകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് എന്നതായ ഓമനപ്പേര്, സ്ഥാനപ്പേര് നൽകുവാൻ തക്ക അർഹനായിരുന്നു പ്രവാചകനെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഷ്റഫുൽ ഖൽഖ് എന്ന് പറയുവാൻ കാരണം, അല്ലാഹു ധാരാളം സൃഷ്ടികളെ ഈ ദുനിയാവിൽ നാം കാണുന്നതും കാണാത്തതുമായ വളരെയധികം സൃഷ്ടികളെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും അഷ്റഫായ പവിത്രതയുള്ളവരായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നാം സന്തോഷ പ്രകടനങ്ങൾ നടത്താറുണ്ട്. നമ്മുടെ നാടുകളിൽ നബിയെ പറ്റിയുള്ളതായ മദ്ഹ് മൗലിദുകൾ പാരായണം ചെയ്യാറുണ്ട്. ഇതെല്ലാം തന്നെ നടത്തേണ്ടതും ചെയ്യേണ്ടതുമാണ് എന്ന് നമുക്ക് ധാരാളം തെളിവുകൾ ഉള്ളതുമായ സംഗതി തന്നെയാണ്. അങ്ങനെയൊന്നും വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളിലോ വിവാദപരമായ തീരുമാനങ്ങളിലേക്കോ അബദ്ധജടിലമായ വിശ്വാസങ്ങളിലേക്കോ പ്രമാണങ്ങളിലേക്കോ നാം ആരും മാറിപ്പോവേണ്ടതില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ തങ്ങളെ പറ്റി പുകഴ്ത്തി പറഞ്ഞിരുന്നതായി, ഞാൻ ബഷീറാണ്, നദീറാണ് തുടങ്ങിയതായ പുകഴ്ത്തു വാക്കുകൾ നബിത്തങ്ങൾ തന്നെ സ്വന്തമായി പറഞ്ഞതിന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ പറ്റി പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, നബിയെ താങ്കളെ നാം നിയോഗിച്ചിരിക്കുന്നത് ഈ ലോകത്തിന് തന്നെ അനുഗ്രഹമായിട്ടാണ്. അങ്ങനെ നബിയെ പറ്റിയുള്ളതായ പുകഴ്ത്തലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർ സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ട്. മഹാപ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയുടെ ഫലമായിരുന്നു ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതായ കാര്യമാണ്.
നാം റസൂലിന് വേണ്ടി ചെയ്യുന്നതായ സ്വലാത്തുകൾ, സലാമുകൾ, നബിത്തങ്ങളെ പറ്റി പുകഴ്ത്തിയുള്ളതായ ബൈത്തുകൾ എല്ലാം തന്നെ നമുക്ക് പ്രതിഫലം ലഭിക്കുവാൻ കാരണമാണ് എന്ന് സംശയമില്ലാത്ത വിധം തെളിഞ്ഞിരിക്കുന്നതായ സത്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ മനസ്സിലാക്കുവാനുള്ള ഈമാൻ നമുക്ക് നൽകട്ടെ. സഹോദരങ്ങളെ, മഹാനായ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു, ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്നായിരുന്നു മഹാനവർകളുടെ പേര്. ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്ന് പറയുന്നതായ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ വളരെയധികം പ്രായക്കൂടുതലുള്ള സ്വഹാബിയായിരുന്നു. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുന്നത്, ആ മക്കയിലെ അറബികൾക്കിടയിലെ ഏറ്റവും വലിയതായ സാഹിത്യകാരനായിരുന്നു ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ആ സമയങ്ങളിൽ പരസ്പരം പല ഗോത്രങ്ങളും തമ്മിലായിട്ട് പരസ്പരം മേനി പറഞ്ഞുകൊണ്ടുള്ളതായ ബൈത്തുകൾ, കവിതകൾ ആലപിക്കാറുണ്ടായിരുന്നു. അന്ന് നിലവിലുണ്ടായിരുന്ന രാജാക്കന്മാരെ പറ്റി പുകഴ്ത്തി പാടുന്നതായ പാട്ടുകൾ ഈ കവികളുടെ ഉത്തരവാദിത്വമായിരുന്നു. നമുക്കറിയാം, ഔസ്, ഖസ്റജ് എന്നീ രണ്ട് ഗോത്രങ്ങളായിരുന്നു മക്കയിലെ പ്രധാനപ്പെട്ട പ്രബലമായ രണ്ട് ഗോത്രങ്ങൾ. ഈ ഗോത്രങ്ങൾ തമ്മിൽ എപ്പോഴും പരസ്പരം ശത്രുതയും വഴക്കും യുദ്ധവുമാണ്. ഔസ് ഗോത്രത്തിന് ഖസ്റജ് ഗോത്രത്തെക്കാൾ സ്ഥാനമുണ്ട് എന്ന് ജനമനസ്സുകളിൽ തോന്നിപ്പിക്കുവാൻ കാരണം ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കവിതകളായിരുന്നു. ഔസ് ഗോത്രത്തിൽപ്പെട്ടയാളായിരുന്നു ഹസ്സാൻ ഇബ്നു സാബിത്ത്. അതുകൊണ്ട് തന്നെ തന്റെ ഗോത്രത്തെ പുകഴ്ത്തിക്കൊണ്ട് പാടുന്നതായ ഒരു ശീലം ഈ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. ഇങ്ങനെ റസൂലുള്ളാഹി തങ്ങളെ ഇകഴ്ത്തുവാൻ വേണ്ടി, കളിയാക്കുവാൻ വേണ്ടി, ഇസ്ലാമിനെ മോശമാക്കുവാൻ വേണ്ടി കവിത എഴുതണം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കുകയാണ്. അന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മുസ്ലിമായിട്ടില്ല. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഇസ്ലാമിന്റെ വിരോധികൾ ഈ സ്വഹാബിയെ സമീപിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇകഴ്ത്തിക്കൊണ്ട് കവിത എഴുതണം, ജനമധ്യത്തിൽ അവഹേളിക്കണം, ആക്ഷേപിക്കണം. അതിന് നീ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് നിരീക്ഷിച്ച്, ഒന്ന് പഠിച്ച് ഈ പറഞ്ഞ രീതിയിൽ കവിത എഴുതാമോ എന്ന് ചോദിച്ചപ്പോൾ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കുകയാണ്. കവികളുടെ ജോലി അതാണ്. നാട്ടുകാർ, സമൂഹം പറയുന്ന രീതിയിൽ കവിത എഴുതി കൊടുത്താൽ അതിനുള്ള പ്രതിഫലം കവികൾക്ക് അവർ കൊടുക്കും. അങ്ങനെ രാജാക്കന്മാരെ പറ്റി പുകഴ്ത്തി പാടി ധാരാളം സമ്പത്തെല്ലാമുള്ള ഒരു സ്വഹാബിയായിരുന്നു ഇസ്ലാമിന് വരുന്നതിന് മുമ്പ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ആവശ്യപ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു വിശദമായി പഠിക്കുകയാണ്. പ്രവാചകന്റെ പെരുമാറ്റം, തങ്ങളുടെ ജീവിത രീതികൾ, നടക്കുന്ന രീതികൾ, ഇരിക്കുന്ന രീതികൾ, തങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതികളെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈ ആരാണോ തന്നെ ഈ ഉദ്യമത്തെ ഏൽപ്പിച്ചത് അവരോട് പറയുകയാണ്, എനിക്ക് നിങ്ങൾ പറഞ്ഞത് പ്രകാരം കവിത എഴുതി ആക്ഷേപിക്കുവാൻ പറ്റുന്നതായ ഒരു വ്യക്തിത്വമല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പ്രവാചകനെ പറ്റി പഠിച്ചതിന് ശേഷം പ്രവാചകന്റെ ഏറ്റവും വലിയ മാദിഹായി, മദ്ഹെഴുത്തുകാരനായി പിൽക്കാലത്ത് മാറിയെന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ പറ്റി വിശേഷിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ധാരാളം യുദ്ധങ്ങൾ അതിനുശേഷം മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിലുണ്ടായി. ആ യുദ്ധത്തിലൊന്നും പങ്കെടുക്കുവാൻ തക്കവണ്ണം ആഫിയത്തോ ശാരീരികമായ ശേഷിയോ ഈ പറഞ്ഞ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നില്ല. 60-ാമത്തെ വയസ്സിൽ ഇസ്ലാമിലേക്ക് വരികയും നബിത്തങ്ങൾക്ക് ശേഷം 120-ാമത്തെ വയസ്സിലാണ് മഹാനവർകൾ വഫാത്താകുന്നത് എന്ന് കിതാബുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എന്നിരുന്നാൽ തന്നെയും സ്വഹാബികളെ പ്രചോദിപ്പിക്കുന്ന രീതിയിലുള്ളതായ, ഇസ്ലാമിന്റെ മഹത്വത്തെ വിളിച്ചോതുന്ന തരത്തിലുള്ളതായ കവിതകൾ എഴുതി ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും സന്തോഷിപ്പിക്കുവാനും റസൂലുള്ളാഹി തങ്ങളെ ശത്രുക്കൾ ഇപ്രകാരം കവിത എഴുതി ആക്ഷേപിക്കുമ്പോൾ അതിനെയെല്ലാം തടഞ്ഞു നിർത്തുവാൻ പാകപ്പെടുന്നവണ്ണം തിരിച്ച് രചനകളിലൂടെ മറുപടി നൽകുന്നതായ ഒരു സ്വഭാവമായിരുന്നു ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് എന്ന് നമുക്ക് കിതാബുകളിൽ നിന്നും മനസ്സിലാകുന്ന രീതിയാണ്. ഒരിക്കൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് നബിത്തങ്ങൾ ചോദിക്കുകയാണ്, ഖുറൈശികളിൽപ്പെട്ട ധാരാളം ആളുകൾ, നബിത്തങ്ങളുടെ കുടുംബത്തിൽ തന്നെ പെട്ട ധാരാളം ആളുകൾ നബിത്തങ്ങളെ ഇങ്ങനെ ആക്ഷേപിക്കുകയാണ്. അവർക്ക് മറുപടി കൊടുക്കുമ്പോൾ, അവരെ മൊത്തമായി നീ ആക്ഷേപിക്കുമ്പോൾ അതിൽ ഞാൻ കൂടി പെടുമല്ലോ, എൻ്റെ കുടുംബം കൂടിയാണല്ലോ ഖുറൈശികളെന്ന് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചപ്പോൾ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളോട് പറയുകയാണ്, അങ്ങനെ താങ്കളെ ഞാൻ അങ്ങനെ കളിയാക്കാറില്ല,
താങ്കളെ ഞാൻ എൻ്റെ കവിതകളിലൂടെ ആക്ഷേപിക്കുകയില്ല. കമാ യുസ്തഖ്റജു ശഅറു മിനൽ അജീൻ, ഒരു ഗോതമ്പ് മാവിൽ നിന്നും മുടിയെ എപ്രകാരമാണോ ഊരിയെടുക്കുന്നത് അതേ പ്രകാരം ഖുറൈശികളിൽ നിന്നും താങ്കളെ ഞാൻ ഒഴിവാക്കിയിട്ട് അവർക്കെതിരെ ഞാൻ കവിത പാടുമെന്ന് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ആയതുകൊണ്ട് സഹോദരങ്ങളെ, നാം ചൊല്ലുന്നതായ മൗലിദുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ളതായ വാഴ്ത്ത് പാട്ടുകളാണ്, വാഴ്ത്ത് ബൈത്തുകളാണ്. അതിൽ യാതൊരു തരത്തിലുള്ളതായ ആക്ഷേപങ്ങളോ ഇസ്ലാമിനും മുസ്ലിമിനും എതിരാകുന്ന തരത്തിലുള്ളതായ ഒരു തരത്തിലുള്ളതായ വിശ്വാസ കാര്യങ്ങളോ മൗലിദ് ബൈത്തുകളിലില്ല. ആരും തന്നെ വഞ്ചിതരാകരുത്. നമ്മുടെ സമകാലിക യുഗത്തിൽ ഈ ബൈത്തുകളെ പറ്റി വളരെയധികം ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് ഇത്രയും പറയുവാനുണ്ടായ സാഹചര്യമെന്ന് ഓരോ സഹോദരങ്ങളെയും ഞാൻ ഉണർത്തുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരാണെന്ന് പറഞ്ഞു. നബി തങ്ങളോട് ചേർന്ന് നിൽക്കുന്നവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉന്നതരായിരിക്കും എന്നും നാം മനസ്സിലാക്കണം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇരിപ്പിലും നടപ്പിലും കിടപ്പിലും കൂടെയുണ്ടായിരുന്ന ആത്മമിത്രമായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നമുക്കറിയാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞാൽ സ്വഹാബികളാണ് തങ്ങളുടെ പിറകിൽ വരുന്ന ഏറ്റവും ശ്രേഷ്ഠരായ വിഭാഗമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ സ്വഹാബിമാരിൽ തന്നെ ഒന്നാമനെന്ന് പറയുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ തങ്ങൾ ആ ഒരു സ്ഥാനം ലഭിക്കുവാൻ വേണ്ടി എന്താണ് ചെയ്തത്? നബിത്തങ്ങൾ പറയുന്നത് പ്രകാരം, നബിത്തങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രകാരം അബൂബക്കർ തങ്ങൾ ചലിച്ചു എന്നുള്ളത് മാത്രമാണ് ഇത്രത്തോളം സ്ഥാനം ലഭിക്കുവാനുള്ളതായ കാരണമെന്ന് സ്വഹാബത്തിന്റെ ജീവിതങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരിക്കലൊരു സംഭവം ഉണ്ടായി. ആദരവായ ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും നന്മയായ കാര്യങ്ങളിൽ ഇസ്ലാമിൽ എന്തെങ്കിലും നന്മ ചെയ്യുക എന്ന വിഷയം വന്നാൽ പരസ്പരം മത്സരിക്കുന്ന രണ്ട് സ്വഹാബിമാരായിരുന്നു അബൂബക്കർ തങ്ങളും അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവും. ഉമർ റളിയല്ലാഹു അൻഹു ധാരാളം സമ്പത്തുകൾക്കൊന്നും ഉടമയൊന്നുമല്ല, സാധാരണ ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ധാരാളം സാമ്പത്തികമായി ഉള്ള സഹാബിയായിരുന്നു. എന്നിരുന്നാൽ തന്നെയും അള്ളാഹുവിന് വേണ്ടി ചിലവഴിക്കുന്ന വിഷയത്തിൽ, ഉള്ളതെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കുന്ന വിഷയത്തിൽ രണ്ടുപേരും മത്സരിക്കുമായിരുന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തന്നെ ഒരിക്കൽ അബൂബക്കർ തങ്ങളോട് പറയുകയാണ്, ഞാൻ എത്രത്തോളം ചിലവാക്കിയാലും ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തു വെച്ചതായ നന്മകൾ മുഴുവനും ഞാൻ താങ്കൾക്ക് നൽകാം. പകരമായി താങ്കൾ നബിയോടൊപ്പം ചിലവഴിച്ചതായ ഒരു ദിവസം, ആ ദിവസത്തിന്റെ പ്രതിഫലം എനിക്ക് നൽകിയാൽ മതി. ഏത് ദിവസമാണ്? മക്കയിൽ നിന്നും മദീനയിലേക്ക് നബിത്തങ്ങൾ ഹിജ്റ പോകുമ്പോൾ ധാരാളം കഷ്ടപ്പാടുകളും വേദനകളും നിറഞ്ഞതായ ആ ഹിജ്റ യാത്രയിൽ അബൂബക്കർ തങ്ങളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത്. ആ ഒരു ദിവസത്തിന്റെ പ്രതിഫലം നൽകുകയാണ് എങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തു വെച്ച മുഴുവൻ സൽക്കർമ്മങ്ങളും താങ്കൾക്ക് നൽകാമെന്ന് പറയുന്നതായ ഒരു സാഹചര്യം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ അത്രത്തോളം നബിയുമായി ചേർന്ന് നിന്നിരുന്നതായ അബൂബക്കർ തങ്ങൾക്ക് ലഭിച്ചതായ സൗഭാഗ്യം നബിത്തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഉണ്ടായിരിക്കും എന്നതാണ്. നബിത്തങ്ങളെ സ്നേഹിച്ചത് കൊണ്ട്, നബിത്തങ്ങളെ ആഗ്രഹിച്ചത് പ്രകാരം ചെയ്തത് കൊണ്ടാണ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഇസ്ലാമിൽ സ്വഹാബിമാരിൽ ഇത്രയും അധികം സ്ഥാനം ലഭിച്ചത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ ജനനത്തോടുകൂടി നമ്മുടെ ഈ ലോകത്തിന് തന്നെ പുതിയതായ ഒരു ചൈതന്യം വന്നുവെന്ന് നമുക്ക് കിതാബുകളിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. കിസ്റ, കൈസർ രാജകൊട്ടാരങ്ങൾ നബിത്തങ്ങളുടെ ജനനത്തോടുകൂടി കിടുകിട വിറയ്ക്കുകയുണ്ടായി. ധാരാളം അത്ഭുതകരമായ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനന സമയത്ത് മക്കയിലും മദീനയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായി എന്ന് നമുക്ക് താരീഖിന്റെ കിതാബുകളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരിക്കലും നാം ആരും കരുതരുത് പ്രവാചകൻ നമ്മെ പോലെ സാധാരണ ഒരു മനുഷ്യനായിരുന്നു എന്ന്. നമുക്കറിയാമല്ലോ, നമ്മുടെ പള്ളികൾ അലങ്കരിക്കപ്പെടുന്നുണ്ട് റബീഉൽ അവ്വലുകൾ വരുമ്പോൾ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ളതായ ആദരവിന്റെ സ്നേഹത്തിന്റെ പേരിലായിരിക്കണം. നാം ആരും പരസ്പരം മനസ്സിൽ എന്തെങ്കിലും നിഷ്കളങ്കമായി നാം ചെയ്താൽ മാത്രമാണ് ഇതെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുണ്ടാവുകയുള്ളൂ എന്നുകൂടി നാം മനസ്സിലാക്കണം. സഹോദരങ്ങളെ, പ്രത്യേകമായ ഒരു കാര്യം കൂടി നമുക്കറിയാം. നാം ഏത് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും അള്ളാഹുവിനെ
ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായി ചെയ്യുവാൻ നാം പറയാറുണ്ട്. എന്നാൽ സ്വലാത്ത് ചെല്ലുന്ന വിഷയത്തിൽ സ്വലാത്ത് നാം നിഷ്കളങ്കമല്ല. വെറുതെ ഇങ്ങനെ ഇരുന്ന് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നാം നിഷ്കളങ്കമായിട്ടൊന്നുമല്ല, അലസമായി ചൊല്ലിയാൽ തന്നെ കൂലി കിട്ടുന്ന ഒരേ ഒരു ഇബാദത്താണ് സ്വലാത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നാളെ മഹ്ശറിൽ വരുമ്പോൾ നാം നമ്മുടെ നന്മകളെ മറ്റുള്ളവർക്ക് വേണ്ടി തൂക്കി കൊടുക്കേണ്ടതായ ഒരു ദുരവസ്ഥ ഓരോ മനുഷ്യനിക്കും വരുമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താക്കീത് നൽകിയിട്ടുണ്ട്. മറ്റുള്ളവരെ നാം കുറ്റം പറഞ്ഞതിൻ്റെ ഫലമായിട്ട്, ദുനിയാവിൽ നാം ചെയ്തു വെച്ചതായ തിന്മകളുടെ ഫലമായിട്ട്, മറ്റുള്ളവരെ ഉപദ്രവിച്ചതിൻ്റെ ഫലമായിട്ട് നമ്മുടെ നന്മകൾ നമ്മുടെ സഹോദരങ്ങൾക്ക് വീതം വെച്ച് തീർന്നു പോകുന്നതായ അവസ്ഥ വരും. പാപ്പരാകുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ ഹദീസുകളിലൂടെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും അങ്ങനെ പുറത്തു പോകാത്തതായ ഒരു നന്മയെ പറ്റി പ്രവാചകർ തങ്ങൾ പഠിപ്പിച്ചു നൽകുന്നു. ആ നന്മ എന്ന് പറയുന്നത് റസൂലുള്ളാഹി തങ്ങളുടെ മേൽ നാം ചൊല്ലുന്ന സ്വലാത്തുകൾ, നബി തങ്ങളുടെ പേരിൽ നാം ചെയ്യുന്നതായ സന്തോഷകരമായ ഏത് കാര്യങ്ങളുടെയും പ്രതിഫലം നമ്മുടെ അക്കൗണ്ട് വിട്ട് മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് പോവുകയില്ല, അങ്ങനെ കൊടുക്കേണ്ടി വരികയില്ല എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു നൽകുകയാണ്. ആയതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോ റബീഉൽ അവ്വൽ മാസങ്ങൾ നമ്മിലേക്ക് വരുമ്പോഴും നാം ദിവസവും 100 സ്വലാത്ത് എങ്കിലും കുറഞ്ഞത് ചൊല്ലുന്നതായ ഒരു പതിവ് നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാം ചെയ്യുവാനുള്ള തൗഫീഖും എല്ലാവിധത്തിലുള്ള സൗഭാഗ്യവും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നാം എല്ലാ വർഷവും ജമാഅത്തിന്റെ കീഴിൽ നബിദിന സന്ദേശ റാലി നടത്താറുണ്ട്. എല്ലാ വർഷവും നമ്മുടെ നാടുകളിൽ അങ്ങനെയുള്ളതായ റാലികൾ നടന്നു പോകാറുണ്ട്. ഈ നബിദിന റാലിയും ഇങ്ങനെയുള്ളതായ ഈ സിസ്റ്റവുമെല്ലാം ചെയ്യുന്നതിൻ്റെ ഉള്ളതായ ഏറ്റവും പരമമായ ഉദ്ദേശം എന്താണ്? ഏറ്റവും പരമമായ ഉദ്ദേശം റസൂലുള്ളാഹി തങ്ങളുടെ ജന്മദിനത്തിൽ നാം സന്തോഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആ സന്തോഷം ഒരിക്കലും നമ്മുടെ സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിലാകാൻ പാടുള്ളതല്ല. അതൊരിക്കലും പ്രവാചകന്റെ പൊരുത്തവും ലഭിക്കുന്നതല്ല. നാം റോഡിലിറങ്ങി ആഭാസകരമായ കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ, അക്രമപരമായ കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ഈ തരത്തിലുള്ളതായ പ്രവാചകന്റെ പൊരുത്തം നേടാമെന്ന് ആരും തന്നെ വിചാരിക്കേണ്ടതില്ല. നമ്മുടെ റാലികൾ, നമ്മുടെ പരിപാടികൾ എല്ലാം നമ്മുടെ ഒരു നിയന്ത്രണത്തിലായിരിക്കണം. അതിനെന്താണ് ചെയ്യേണ്ടത്? ഒന്നും ചെയ്യേണ്ടതില്ല. നാം മുസ്ലിമാണ്, പ്രവാചകനെ പിൻപറ്റുന്നവരാണ് എന്ന ബോധത്തോടു കൂടിയുള്ള പെരുമാറ്റം നമ്മുടെ പെരുമാറ്റങ്ങളിൽ ഉണ്ടാവുക എന്നത് മാത്രമാണ്. എൻ്റെ പെരുമാറ്റം കൊണ്ട് എൻ്റെ റസൂലിനെ, എൻ്റെ ദീനിനെ കുറ്റം പറയുന്ന ഒന്നും ഉണ്ടാവുകയില്ല എന്ന് ഞാൻ നിയത്തെടുത്താൽ തീരുന്ന പ്രശ്നമേ നമ്മുടെ ഇടയിലുള്ളൂ. ആയതുകൊണ്ട് നമ്മുടെ നബിദിന റാലിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിൽ എല്ലാവരും തന്നെ ഈ പറഞ്ഞ തരത്തിലുള്ളതായ ആത്മീയമായ സംയമനം ഓരോരുത്തരും വ്യക്തിപരമായി പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.